വാട്സ്ആപ്പ് ഗൈസ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് 2021 മോഡൽ ക്ലാസിക് ത്രിഫ്റ്റ് ആണ്. ഈ എഞ്ചിനോട് കൂടിയുള്ള വണ്ടി റോയൽ എൻഫീൽഡ് പുതുതായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത ജെ സീരീസ് എഞ്ചിനാണ് ഈ കാണുന്നത്. നമ്മുടെ പഴയ വേർഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലോട്ട് മോർ റിഫൈൻഡ് ആണ്. അതേപോലെ തന്നെ അത്യാവശ്യം പവർ ഫീൽ ചെയ്യുന്ന ഒരു എഞ്ചിനാണ്. അതിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാം. ആദ്യമേ വണ്ടിയുടെ ഓവറോൾ ലുക്കിനെ പറ്റി പറയാം. നമ്മുടെ പഴയ ആ ഒരു ക്ലാസിക് ലുക്ക് നിലനിർത്തിക്കൊണ്ടാണ് റോയൽ എൻഫീൽഡ് ഇപ്പോഴും ഈ വണ്ടിയുടെ ഡിസൈൻ വൈസ് ചെയ്തിരിക്കുന്നത്. അതായത് ഡിച്ച് റെഡ് മോഡലുണ്ടല്ലോ, ആ ഒരു കളർ പാറ്റേൺ ആണ് വരുന്നത്. ഇവിടെ റോയൽ എൻഫീൽഡ് എന്നുള്ള എംബ്ലോ അതേപോലെ തന്നെ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ കാണാം. പഴയ വണ്ടികളിലെ പോലെ തന്നെ ഫുള്ളി ഒരു ഹാലജൻ സെറ്റപ്പോട് കൂടിയിട്ടുള്ള ലൈറ്റ്സ് ആണ് വണ്ടിയിൽ വന്നിരിക്കുന്നത്. ഷോക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ നോർമൽ ടെലസ്കോപ്പിക് ഷോക്ക് അബ്സോർബേഴ്സ് ആണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ബാക്കിൽ ട്വിൻ ഷോക്ക് അബ്സോർബേഴ്സ് ആണ് വരുന്നത്. ഗ്യാസ് ചാർജഡ് ഒന്നുമേ അല്ല. ക്രോം ഫിനിഷോട് കൂടിയിട്ടുള്ള സൈലൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇനി ഇതിന്റെ മെയിൻ പാർട്ട് ചാസി ആണ് വ്യത്യാസം വന്നിരിക്കുന്നത്. അതായത് നേരത്തെ ഒരു സിംഗിൾ ട്യൂബ് ആയിരുന്നു ഇതിൽ കൂടി വന്നിരിക്കുന്നത്. ഇപ്പോൾ പക്ഷേ അത് ഡബിൾ ആക്കിയിട്ടുണ്ട്. അതായത് ഇപ്പം കുറച്ചുകൂടെ വണ്ടിയുടെ സ്റ്റെബിലിറ്റിയും വൈബ്രേഷൻസും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ. ഇപ്പം സിംഗാമ നോക്കുകയാണെങ്കിൽ നമ്മുടെ നോർമൽ ട്യൂബുലാർ സിംഗാമും കാര്യങ്ങളുമാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് വിത്ത് ABS, അതേപോലെ തന്നെ ബാക്കിൽ ഡ്രം ബ്രേക്കും ആണ് വന്നിരിക്കുന്നത്. സിംഗിൾ ചാനൽ ABS ആണ് ഒബ്വിയസ്ലി. ഫ്രണ്ടിൽ മാത്രമേ ഡിസ്ക് വന്നിട്ടുള്ളൂ. വണ്ടീൻ്റെ ഫ്യൂൽ ടാങ്കിനെ പറ്റി പറയാമെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 13 ലിറ്റേഴ്സ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി ഉള്ള വണ്ടിയാണ്. അതേപോലെ തന്നെ സ്വിച്ചസും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ വളരെ ബേസിക്കാണ്. എഞ്ചിൻ സ്വിച്ച് വന്നിട്ടുണ്ട്. അതിനകത്ത് തന്നെയാണ് വണ്ടിയുടെ ഓൺ ഓഫ് ബട്ടണും വരുന്നത്. അതേപോലെ തന്നെ തൊട്ട് തറയിലായിട്ട് തന്നെ ഹസാർഡിൻ്റെ ബട്ടൺ കാണാം. ലെഫ്റ്റ് സൈഡിൽ പാസ്, ഹൈ ബീം, ലോ ബീം, അതെല്ലാം ഒറ്റ സ്വിച്ചാണ്. അതേപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ്, പിന്നെ ഹോണ്. ഇനിയിപ്പം മീറ്ററിൻ്റെ ഭാഗത്താണ് നല്ല ചേഞ്ച് വന്നിരിക്കുന്നത്. അതായത് നമുക്കറിയാം നമ്മുടെ പഴയ ക്ലാസിക്കിലൊക്കെ ഫ്യൂൽ ടാങ്കിൻ്റെ അളവൊന്നും അറിയാൻ പറ്റില്ലായിരുന്നു. ഫുള്ളി അനലോഗ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഇതായിരുന്നു, മീറ്റർ കൺസോൾ. എന്നാൽ ഇപ്പോൾ അതൊരു ഡിജിറ്റൽ മീറ്റർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് പെട്രോളിൻ്റെ അളവ് വരെ അറിയാൻ പറ്റും. സ്പീഡോമീറ്ററൊക്കെ നോർമൽ ടാക്കോമീറ്റർ ആണ്. അതിനകത്ത് കുറച്ച് വാർണിങ്സും കാര്യങ്ങളും ഉണ്ട്. ഇനിയിപ്പം ട്രിപ്പുണ്ട്, അത് മാറ്റാൻ വേണ്ടി ഇവിടെ ആയിട്ടാണ് അതിൻ്റെ ബട്ടൻ്റെ പ്ലേസ്മെൻറ്റ്. അതിൽ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടൈം, ഓഡോമീറ്റർ, ട്രിപ്പ് 1, ട്രിപ്പ് 2, റിസർവിൽ എത്ര കിലോമീറ്റർ ഓടി തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. സോ അത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇനിയിപ്പം ക്ലച്ച് വീലൊക്കെ നോക്കുകയാണെങ്കിൽ പഴയ വണ്ടീനെ വെച്ച് അത്യാവശ്യം നല്ല ലൈറ്റായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ ബ്രേക്കിംഗ് വെയിറ്റും ഒക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമുക്ക് എന്തായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടിയുടെ സൗണ്ട് ഒന്ന് കേട്ടു നോക്കാം. ഓക്കെ, ആ ഒരു നല്ലൊരു തമ്പോട് കൂടിയിട്ടുള്ള എക്സോസ്റ്റ് നോട്ടാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു എക്സോസ്റ്റ് നോട്ടാണ്. ഇനിയിപ്പോൾ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. ഓക്കെ, പഴയ ക്ലാസിക്കിനെ വെച്ച് അടിമുടി മാറ്റമാണ് കേട്ടോ. വണ്ടിയെല്ലാം പക്ക റിഫൈൻഡാണ്. വാവ്, പൊളി. കുറച്ച് മുമ്പേ ഞാൻ അങ്ങോട്ട് നമ്മുടെ പഴയ നോർമൽ ബുള്ളറ്റ് ത്രിഫ്റ്റ് അങ്ങോട്ട് ഓടിച്ചതേ ഉള്ളൂ. അതിൽ ഇതിനകത്തോട്ട് വന്നപ്പം നല്ല രീതിയിലുള്ള വ്യത്യാസമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതിപ്പോൾ വൈബ്രേഷൻ ആണെങ്കിൽ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതാ ഷാസിയുടെയും അതേപോലെ തന്നെ ആ പുതിയ എഞ്ചിൻ്റെ ഒരു ടെക്നോളജിയാണ്. ഇപ്പം ജെ സീരീസ് എഞ്ചിനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പക്ക ഡൗൺ ഷിഫ്റ്റ് ആണെങ്കിലും അടിപൊളിയാണ്. അതൊന്ന് കൈ കൊടുത്തു നോക്കാം. സാർ, പൊളി. ഇത് റോയൽ എൻഫീൽഡ് തന്നെയാണോ ഞാൻ ഈ ഓടിക്കുന്നത്? പഴയ ബുള്ളറ്റ് ഒരു 100 ഒക്കെ എത്തിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ വൈബ്രേഷൻസ് വരും. പക്ഷേ ഈ വണ്ടി ഇപ്പോൾ ഞാൻ 100 എത്തിച്ചില്ല. എന്നാലും പഴയതിനെ വെച്ച് നല്ല രീതിയിൽ വൈബ്രേഷൻ കുറവുണ്ട് കേട്ടോ കൈ കൊടുക്കുമ്പോൾ. പഴയത് കൈ കൊടുക്കുമ്പോഴൊക്കെ ഇങ്ങനെ വിറയ്ക്കുമായിരുന്നു. ഈ മിറേഴ്സൊക്കെ നല്ലപോലെ വിറയ്ക്കുമായിരുന്നു. ഇതിന് വിറയിൽ ഇല്ല എന്നല്ല, എങ്കിലും കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. പൊളി. അതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു എക്സോസ്റ്റ് നോട്ട് ഉണ്ടല്ലോ, വേറെ ലെവല് ഫീല്. ആ ഒരു തമ്നെസ് കണ്ട, വേറെ ലെവല്. നല്ല സ്വീറ്റായിട്ടുള്ള എക്സോസ്റ്റ് നോട്ടാണ്. അത് കേട്ട് വണ്ടി ഇങ്ങനെ ഒട്ടിച്ചുകൊണ്ട് വന്ന തന്നെ ഒരു പ്രത്യേക ഫീലാണ്. പൊളി. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. വേറെ ഗിയർ ബോക്സിനെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ പഴയ പോലെ തന്നെ ഒരു 5 സ്പീഡ് ഗിയർ ബോക്സും കാര്യങ്ങളുമാണ് വന്നിട്ടുള്ളത്. ഫാസ്റ്റ് ന്യൂട്രൽസും കാര്യങ്ങളും ഒന്നുമില്ല. എല്ലാം പക്ക സ്മൂത്തായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു ഗിയർ ബോക്സ് തന്നെയാണ് റോയൽ എൻഫീൽഡ് കൊടുത്തിട്ടുള്ളത്. ഗിയറിംഗ് എല്ലാം അത്യാവശ്യം നല്ല ടോർക്കി ആയിട്ടുള്ള ഗിയറിംഗ് ആണ് കേട്ടോ.
എഞ്ചിൻ്റെ പവേഴ്സൊക്കെ ഓൾമോസ്റ്റ് 20 bhp, അതേപോലെ തന്നെ ടോർക്ക് നോക്കുകയാണെങ്കിൽ 27 Nm ഓഫ് ടോർക്ക് തന്നെയാണ് കിട്ടുന്നത്. അതും നമുക്ക് ചെറിയൊരു RPL തന്നെ ആ ഒരു ടോർക്ക് കിട്ടുന്നതുകൊണ്ട് ഇനിഷ്യൽ പിക്കപ്പ് അടിപൊളിയാണ്. അതാണ് നമ്മളിങ്ങനെ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നത്, ആ ഒരു പുള്ളിങ് നമുക്കറിയാൻ പറ്റും. ബ്രേക്കിങ്ങിൻ്റെ പെർഫോമൻസ് നോക്കിയാൽ വെച്ചാൽ നല്ല അടിപൊളി ബ്രേക്കിംഗ് ആണ് കേട്ടോ. ബ്രേക്കിങ് ഫീലേ മാറിയിട്ടുണ്ട്. അതിപ്പോൾ ആൻറ്റി ബ്രേക്കിംഗ് സിസ്റ്റം കൂടെ വന്നുകൊണ്ട് വണ്ടിയുടെ ബ്രേക്കിംഗ് പെർഫോമൻസ് നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ ഡൗട്ടോ കാര്യങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കൂടി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.